ഏറെ നാളിന് ശേഷം ദിലീപ് അഭിനയിച്ച ഒരു സിനിമ ഇന്ന് റിലീസായി, പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപ് അഭിനയിച്ച ബാന്ദ്ര എന്ന ചിത്രം, അതിനെ തുടർന്ന് വന്ന തങ്കമണി എന്ന ചിത്രം, അതിനെ തുടർന്ന് വന്ന പവി കെയർടേക്കർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം വരുന്നത്. ബിൻഡോ സ്റ്റീഫനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ലിസ്റ്റൻ സ്റ്റീഫനാണ് സിനിമയുടെ നിർമ്മാതാവ്. മാജിക് ഫ്രെയിംസ്. ദിലീപ് അഭിനയിച്ച മിക്ക ചിത്രങ്ങളും തിയേറ്ററിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ നിന്നാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം കണ്ടത്. സാമാന്യം ഭേദപ്പെട്ട തിരക്കും ഉണ്ടായിരുന്നു തിയേറ്ററിൽ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഒരു സാധാരണ ഒരു ദിലീപ് ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. വിവാഹം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ എന്നെ ഏറ്റവും ഒരു സിനിമ കാണുവാൻ പ്രേരിപ്പിച്ചത് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ ഒരു 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 കടന്നുകയറ്റം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരുടെ ഉള്ളിലും ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റമുണ്ട്. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണിക്കുന്ന ചില വിഷയങ്ങളും കാണിക്കുന്ന ചില സീനുകളും ഒക്കെ ഉണ്ട് ഈ ചിത്രത്തിൽ. അത് കാണുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, എത്രത്തോളം സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കഥ എഴുതിയിരിക്കുന്ന ഷാരിസ് മുഹമ്മദ് ഇപ്പോൾ ഉള്ള, അതായത് കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമ്മുടെ നടൻ ശ്രീനിവാസനെ പോലെ, ശ്രീനിവാസനും ഇതുപോലെയാണ് വളരെ കാര്യമായി നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അതിവിദഗ്ധമായി മനസ്സിലാക്കുകയും അതിനെ അദ്ദേഹത്തിൻ്റെ കഥകളിലും സിനിമകളിലും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. അതുപോലെ തന്നെ ഈ ഷാരിസ് മുഹമ്മദും തൻ്റെ ചുറ്റും നടക്കുന്ന, ഇപ്പോൾ നടക്കുന്ന പ്രസക്തിയുള്ള കാര്യങ്ങളെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. എഴുത്തുകാരൻ്റെ ഭാവനയും എഴുത്തുകാരൻ്റെ ആ ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയൊക്കെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ ദിലീപിൻ്റെ അച്ഛനായി വരുന്നത് സിദ്ദിഖാണ്. സിദ്ദിഖ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ റോൾ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. അതുപോലെ ദിലീപിൻ്റെ അമ്മയായി വരുന്നത് ബിന്ദു പണിക്കരാണ്. രണ്ടുപേരും, സിദ്ദിഖും ബിന്ദു പണിക്കരുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളും ഒക്കെ വളരെ ആനന്ദിക്കാൻ കഴിയുന്ന സീനുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സനൽ ദാസാണ്. അദ്ദേഹത്തിൻ്റെ കന്നിച്ചിത്രമാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഗാനങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ കേട്ടിരിക്കാൻ പറ്റുന്ന ഇതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ചില സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പുതുമയുള്ള സംഗീതം കേൾക്കുവാൻ, പശ്ചാത്തല സംഗീതം കേൾക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ എത്രയോ നാളിന് ശേഷം ഉദിത് നാരായണൻ്റെ ശബ്ദം, സാധാരണ നമ്മൾ ദിലീപ് സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ ഉദിത് നാരായണൻ്റെ ശബ്ദം കേൾക്കാറുള്ളത്. കുറേ നാളിന് ശേഷം ദിലീപിന് വേണ്ടി ഉദിത് നാരായണൻ ശബ്ദം കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പാടിയിരിക്കുന്നു. ഉദിത് നാരായണൻ്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഉള്ള ഒരു സന്തോഷവും കൂടി ഈ സിനിമ നൽകുന്നുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ സിനിമാറ്റോഗ്രാഫി നോക്കുകയാണെങ്കിൽ രണദിവയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും മികച്ച ഫ്രെയിമുകൾ ആണ് സിനിമയിൽ രണദിവെ നമുക്കായി കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ട് രംഗങ്ങളും അതുപോലെ ചില നൈറ്റ് സീക്വൻസുകളും ഒക്കെ ഉണ്ട് സിനിമയ്ക്കുള്ളിൽ. അതൊക്കെ വളരെ അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം, അത് സിനിമയ്ക്ക് ഒരു വിഷ്വൽ സെൻസ് ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ് ഈ രണദിവെ. മറ്റൊരു ചോദ്യവും കൂടി ഉയരാം, ദിലീപ് കാലത്തിനനുസരിച്ച് മാറിയോ എന്നുള്ളൊരു ചോദ്യം. ദിലീപിൻ്റെ മുൻ ചിത്രങ്ങളിലെല്ലാം പറഞ്ഞു കേട്ട ഒരു കാര്യം, ദിലീപ് ഇപ്പോഴും ആ 2000-ലെ മീശമാധവൻ, കല്യാണരാമൻ ലെവലിലുള്ള കോമഡികളാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇതിലും ദിലീപിൻ്റെ സ്പർശമുള്ള കോമഡികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എങ്കിലും, ഇപ്പോൾ പവി കെയർടേക്കറിലൊക്കെ ഉള്ളതുപോലെയൊക്കെ ഉണ്ട് എങ്കിലും, സിനിമയുടെ വിഷയം, സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് എന്തായാലും ഒരു മാർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ദിലീപ് അഭിനയിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ദിലീപ് പഴയ രീതിയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ പഴയ കോമഡി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സിനിമ പറയുന്ന വിഷയം ഗൗരവമായി എടുക്കേണ്ടതാണെങ്കിൽ ഗൗരവമായി എടുക്കേണ്ടത് തന്നെയല്ലേ. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി മൂവിയായിട്ട് വേണമെങ്കിൽ ഈ ചിത്രത്തിനെ കാണാം. ഒന്നുമില്ലെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപ് അഭിനയിക്കുന്ന സിനിമയാണ്. എന്തായാലും അതിലുള്ള പുതുമ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയുമായിട്ടുള്ള മനുഷ്യൻ്റെ ഇന്നത്തെ ആ ഒരു അടുപ്പം, ആ അടുപ്പത്തിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അത് കണ്ട് നമ്മൾ തിരിച്ചറിയണം സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ എത്രത്തോളം കടന്നു കയറിയിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രം
കുടുംബസമേതം കാണാവുന്ന തിയേറ്ററിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട കാര്യവും കേട്ട കാര്യവുമാണ് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ കോമഡികൾക്ക് വേണ്ട രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ചില നോട്ടങ്ങൾക്കും ചില അഭിനയ രീതികൾക്കും ഒക്കെ അതിനനുസരിച്ച് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കുടുംബസമേതം കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അതിൽ നിങ്ങൾ ദിലീപ് എന്ന വ്യക്തി അഭിനയിക്കുന്നത് പഴയതുപോലെയാണോ പുതിയതുപോലെയാണോ എന്നൊന്നും നോക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് സിനിമയുടെ കണ്ടൻറ്റ്, സിനിമയിൽ പറയുന്ന വിഷയം അത് കാലിക പ്രസക്തി ഉള്ളതാണോ ഇല്ലേ എന്നുള്ളതാണ്. അത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചുകൂടാ?